ഇത് നൈജീരിയയിലെ കൊണ്ടഗോറ കത്തോലിക്ക രൂപതയുടെ കീഴിലുള്ള പാപ്പിരിയിലെ സെയിന്റ് മേരീസ് സ്കൂൾ. ഇവിടെ ഇപ്പോൾ വിദ്യാർത്ഥികളില്ല, അധ്യാപകരില്ല, വിദ്യാഭ്യാസം നടക്കുന്നുമില്ല. നവംബർ 21-ന് ഇതേ സ്കൂളിൽ നിന്നും ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയ തങ്ങളുടെ പൊന്നോമന മക്കളെയും കണ്ണും നട്ട് കാത്തിരിക്കുന്ന കുറെ മാതാപിതാക്കളാണ് ഇവർ. പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത് അതിക്രമിച്ചു കയറി സുരക്ഷാ ജീവനക്കാരെ വെടിയുതിർത്ത് പരിക്കേൽപ്പിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമായിരുന്നു അധ്യാപകരും കുട്ടികളും ഉൾപ്പെടെ 315 പേരെ വാനിൽ തട്ടിക്കൊണ്ടുപോയത്. അവരിൽ 50 പേർ രക്ഷപ്പെട്ട് മടങ്ങിയെത്തി. 265 പേർ ഇപ്പോഴും തടവിലാണ്. തങ്ങളിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകപ്പെട്ട കുഞ്ഞോമനകളെ ഓർത്തുള്ള ആദിയിലും ഭീതിയിലും ഈ മാതാപിതാക്കൾ ദിനങ്ങൾ തള്ളി നീക്കുകയാണ്. ഞങ്ങളുടെ മക്കളെ തിരികെ കൊണ്ടുവരിക, ഞങ്ങൾ കാത്തിരുന്ന് മടുത്തു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിലപ്പെട്ടവരാണ് എന്ന മുദ്രാവാക്യങ്ങളും മുഴക്കി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്ന ഈ മാതാപിതാക്കളുടെ രംഗങ്ങൾ വല്ലാത്ത ദയനീയ കാഴ്ചയാണ്. നിശബ്ദതയുടെ മൂകഭാഷയിൽ അവരുടെ വേദന അന്തരീക്ഷത്തെ ദുഃഖസാന്ദ്രമാക്കി. കാത്തിരിപ്പിന്റെ ദൈർഘ്യമേറിയപ്പോൾ പലരുടെയും സങ്കടവും ആകുലതയും അനിയന്ത്രിതമായി അണപൊട്ടിയൊഴുകാൻ ആരംഭിച്ചു. അമ്മമാരുടെ നിലവിളിയും പിതാക്കന്മാരുടെ വിഷാദ പ്രകടനങ്ങളും നിസ്സഹായതയുടെ രോദനമായി മാറ്റൊലികൊണ്ടു. നീതിക്കായും അന്താരാഷ്ട്ര ഇടപെടലിനായും ആവശ്യങ്ങൾ ഉയർന്നു. ഞങ്ങളെ ദയവ് ചെയ്ത് സഹായിക്കൂ എന്ന് പറഞ്ഞ് ദേഹമാകെ പൊടി വിതറി ദയനീയമായി കരഞ്ഞ് നിലവിളിക്കുന്ന ഈ മാതാപിതാക്കളുടെ കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് പലരും. രാഷ്ട്രീയ കോലാഹലങ്ങളുടെയും ട്രെൻഡിംഗ് വിഷയങ്ങളുടെയും പ്രീണന നയങ്ങൾക്കുമിടയിൽ ഈ പാവം മാതാപിതാക്കൾ ലോകത്തോട് കരഞ്ഞ് കേഴുകയാണ്. ആയുധമുനയിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട തങ്ങളുടെ പിഞ്ചോമനകൾ ജീവനോടെ ശേഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പോലും ഉത്തരം ഇല്ലാതെ. മാനവികത എന്നത് ലോകത്ത് ശേഷിക്കുന്നുണ്ടെങ്കിൽ ഇവർക്കായി മുറവിളികൾ ഉയരട്ടെ, കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കപ്പെടട്ടെ, ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ ലോക മനസാക്ഷി ഉണരട്ടെ.